എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് DGCA. മാനദണ്ഡം ലംഘിച്ച് ജീവനക്കാരെ ഷെഡ്യൂൾ ചെയ്തതിനാണ് നടപടി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, ഈ അഹമ്മദാബാദ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിനൊരു സാങ്കേതിക തടസ്സവും ഇല്ലെന്നാണ്, സാങ്കേതിക തകരാറുമില്ലെന്നാണ് എയർ ഇന്ത്യ പറയുന്നത്. ഇപ്പോൾ DCGAയുടെ നടപടി തുടർന്നാണ് ഇപ്പോൾ 3 പേർക്കെതിരെ നടപടി. എന്തൊക്കെയാണ് ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്? ഇതേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ. അജംഷാദ്, അഹമ്മദാബാദിലുണ്ടായിട്ടുള്ള വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ മുഖാന്തരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ DGCAയുടെ ഒരു സുപ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എയർ ഇന്ത്യ വിമാന കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. അതായത് വിമാനക്കാരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവർത്തനം ഒരു വലിയ ലംഘനമായാണ് ഇപ്പോൾ DGCA കണ്ടെത്തിയിരിക്കുന്നത്. 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ ലൈസൻസ് റദ്ദാക്കാനും ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള കർശന നിർദ്ദേശം ഇപ്പോൾ DGCA എയർ ഇന്ത്യ വിമാന കമ്പനിക്ക് നൽകിയിരിക്കുകയാണ്. പ്രധാനമായും ഈ ചൂരാ സിംഗ്, അതായത് ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ചൂരാ സിംഗ്, ഡയറക്ടറേറ്റ് ഓഫ് ഓപ്പറേഷൻ പിങ്കി മിത്തൻ, അതോടൊപ്പം പായൽ അറോറ, ക്രൂ ഷെഡ്യൂളിംഗ് മേധാവി ആയിട്ടുള്ള പായൽ അറോറ, ഇവർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം DGCA നൽകുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയും ഈ ക്രൂ മെമ്പേഴ്സിനെയും അതോടൊപ്പം പൈലറ്റുമാരെയും വിവിധ വിമാന സർവീസുകൾക്ക് ഷെഡ്യൂൾ ചെയ്തതിൽ ഒരു ആവർത്തനം കണ്ടെത്തിയിരുന്നു. ഇത് വ്യോമയാന മന്ത്രാലയത്തിൻ്റെയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമാന കമ്പനികളും ഇതിൽ നിയമം ലംഘിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ DGCA കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയെടുക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉത്തരവ് DGCA പ്രധാനമായും എയർ ഇന്ത്യക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും എയർ ഇന്ത്യ സ്വമേധയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിരവധി കാര്യങ്ങൾ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും DGCAയും അതോടൊപ്പം ആഭ്യന്തര സെക്രട്ടറി നേതൃത്വത്തിലുള്ള സമിതിയും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് നൽകിയിട്ടുള്ള ചില വിവരങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ നിയമലംഘനം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ എയർ ഇന്ത്യ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നൊരു ശുപാർശ നേരത്തെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും എയർ ഇന്ത്യ വിമാന കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നൊരു ആവശ്യം DGCA പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അജിംഷാദ്. ശരി അബ്ദുൾ റഷീദ്, എന്തായാലും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയിലെ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് DGCAയുടെ നിർദ്ദേശം. ഇതിൻ്റെ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.